പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, മറക്കുവാനും പൊറുക്കുവാനും നാം തയ്യാറാകുമ്പോഴാണ് നാം ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ നിരന്തരം ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുവാൻ തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ മനസ്സിൽ വാശിയും വൈരാഗ്യവും പ്രതികാര ചിന്തകളും വെച്ചുകൊണ്ട് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റാതെ നിൽക്കുമ്പോഴാണ് നാം അനുഗ്രഹം പ്രാപിക്കാതെ വരുന്നത്. നാം ധ്യാന കേന്ദ്രങ്ങളിലും അതുപോലെ ബൈബിൾ വായിക്കുമ്പോഴും അത് ധ്യാനിക്കുമ്പോഴുമെല്ലാം നിരവധി ആളുകൾ അനുഗ്രഹം പ്രാപിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. വചനം അനുസരിക്കുമ്പോൾ ദൈവം പറയുന്ന അല്ലെങ്കിൽ കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളെ നാം പാലിക്കുമ്പോൾ, ശത്രുക്കളോട് ക്ഷമിക്കുമ്പോൾ, അതായത് നമ്മെ വേദനിപ്പിച്ചവരോട് നാം ക്ഷമിക്കുമ്പോൾ, സഹോദരങ്ങളെ സ്നേഹിക്കുമ്പോൾ ഒക്കെയാണ് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം നമ്മിലേക്ക് ഒഴുകുന്നത്. നമ്മുടെ ഹൃദയത്തിൻ്റെ ആ അവസ്ഥ വളരെ ദുഷിച്ചതാണെന്ന് പ്രവാചകന്മാരിലൂടെ കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. വസ്ത്രമല്ല, ഹൃദയമാണ് കീറേണ്ടതെന്ന്. ഹൃദയത്തിലാണ് മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത്. ഹെബ്രായർ 12:15 തിരുവചനം പറയുന്നുണ്ട്, വിദ്വേഷം മൂലം പലരും അശുദ്ധരായി മാറുന്നു. അപ്പോൾ ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി മാറുന്നു. അപ്പോൾ ക്ഷമിക്കാൻ നാം തയ്യാറാകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്ന അനുഭവം നമുക്കുണ്ടാകും. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 11:25 തിരുവചനം പറയുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കും. അപ്പോൾ നാം ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ജപമാല ചൊല്ലുന്നു, ത്യാഗപ്രവർത്തികളൊക്കെ അനുഷ്ഠിക്കുന്നു. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ വെറുപ്പും വൈരാഗ്യവുമാണെങ്കിൽ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം നമുക്ക് ലഭിക്കുകയില്ല. അത് നമ്മുടെ ഹൃദയത്തിലെ മാലിന്യങ്ങളെ നാം എടുത്തു മാറ്റണം. നമുക്ക് ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം. കാരണം നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കണമെന്ന് നമ്മുടെ രക്ഷകനായ യേശു പറഞ്ഞിട്ടുണ്ട്. തന്നെയുമല്ല, യേശു തൻ്റെ സ്വന്തം ജീവിതത്തിലൂടെ അതിനുള്ള മാതൃകയും നമുക്ക് നൽകി. നാം ദൈവത്തെ വേദനിപ്പിച്ചിട്ടും ഒറ്റിക്കൊടുത്തിട്ടും തള്ളിക്കളഞ്ഞിട്ടും കുരിശിൽ തറച്ചിട്ടും നമ്മോട് ക്ഷമിക്കുകയും നമ്മോട് കരുണ കാണിക്കുകയും ചെയ്തുകൊണ്ട് നല്ല മാതൃക യേശുനാഥൻ നമുക്ക് നൽകിയിട്ടുണ്ട്. നാം ഹൃദയവിശുദ്ധി വരുത്താതെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാമെന്ന വ്യാമോഹം നമുക്ക് വേണ്ട. കാരണം ദൈവം ഹൃദയശുദ്ധിയുള്ളവരെയാണ് അനുഗ്രഹിക്കുന്നത്. എളിമപ്പെടുമ്പോഴാണ് കൃപ ലഭിക്കുന്നത്. അഹങ്കാരികളെ ചിതറിച്ച് കളയുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഹൃദയത്തിലെ ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിച്ച് വിശക്കുന്നവരുമായ ആഹാരം പങ്കുവെച്ച് സഹോദരങ്ങളെ നമ്മെപ്പോലെ തന്നെ സ്നേഹിച്ച് അവർക്ക് നന്മകൾ ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് നമുക്ക് അനുഗ്രഹം ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ കുടുംബം ഐശ്വര്യപൂർണ്ണമാകും, മക്കളെല്ലാവരും നാം ആഗ്രഹിക്കുന്നതിലും ഒരുപടി ഉയരത്തിൽ എത്തുകയും ചെയ്യും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നമ്മുടെ വീടുകളിൽ ഉണ്ടാകും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.